ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. 7 ദിവസത്തിനുള്ളിൽ സുധീഷിനെയും നിധിയെയും പിരിച്ച് നിധി തന്റെ മകളായി വീട്ടിലേക്ക് വരുമെന്ന് രാജീവ് സുധീഷിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെല്ലുവിളിയുടെ ഭാഗമായി സ്നേഹം നടിച്ച് കിളിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് രാജീവ്. ഇതറിയാതെ സന്തോഷത്തോടുകൂടി രാജീവിനെ സ്വീകരിക്കുകയാണ് സുഭാഷും നികേഷും ഭാസ്കരനും നിധിയും. വിശ്വസിക്കാനാകാതെ നിധി കണ്ണു നിറഞ്ഞ് രാജീവിനെ കെട്ടിപ്പിടിക്കുകയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുമാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ് രാജീവ്. ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. രാജീവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സുധീഷും ഹരീഷും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് ഒരു ദിവസം കിളിക്കൂട്ടിൽ താമസിച്ച് നിധിയെയും സുധീഷിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ എന്ന് രാജീവ് സുഭാഷിനോട് ചോദിക്കുകയാണ്. സുഭാഷ് സന്തോഷത്തോടുകൂടി അതിന് സമ്മതിക്കുമ്പോൾ സുധീഷ് ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കുകയാണ്. നിധി സന്തോഷത്തോടുകൂടി രാജീവിന്റെ ഒപ്പം പോകാൻ തയ്യാറെടുക്കുമ്പോൾ സുധീഷിനെ മാറ്റി നിർത്തി ഹരീഷ് ഏട്ടത്തിയുടെ ഒപ്പം സുധീഷ് ഏട്ടനും ആ വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണ്. രാജീവിന്റെ വെല്ലുവിളി ഓർക്കുന്ന സുധീഷ് നിധിയെ രാജീവ് തന്നിൽ നിന്നും അകറ്റുമോ എന്ന് ഭയന്ന് നിധിയുടെയും രാജീവിന്റെ ഒപ്പം രാജീവിന്റെ വീട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുകയാണ്. സുധീഷ് ഡ്രസ്സുകളൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോൺ വിളിക്കണം. അയാളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ടുകൂടി സുധീഷ് പറയുന്നു, ഞാൻ വിളിക്കാടാ. തുടർന്ന് നിധി സന്തോഷത്തോടുകൂടി സുഭാഷിനോടും ഹരീഷിനോടും നികേഷിനോടും യാത്ര പറയുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി ഇല്ലാതെ ഇതൊരു വീടാകില്ല. ഏട്ടത്തി എത്രയും വേഗം തിരിച്ചു വരണം. നിധി പറയുന്നു, നികേഷ് ഞാൻ പെട്ടെന്ന് വരും, നീ വിഷമിക്കണ്ട. രാജീവ് പറയുകയാണ്, നികേഷ് ഒരാഴ്ച പെട്ടെന്ന് പോകും മോളെ, നമുക്കിറങ്ങാം. അങ്ങനെ നിധിയെയും കൂട്ടി രാജീവ് കിളിക്കൂട്ടിൽ നിന്നും പോകുമ്പോൾ ബാഗുമെടുത്ത് പിന്നാലെ പോവുകയാണ് സുധീഷും ഹരീഷും നികേഷും. സുഭാഷും അവരുടെ ഒപ്പം പോകുന്നു. രാജീവ് ഉറക്കെ ഡ്രൈവറോട് പറയുകയാണ്, വന്ന് ബാഗ് എല്ലാം വാങ്ങിച്ച് വണ്ടിയിൽ വെക്ക്. ഇത് കേട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ച് വണ്ടിയിലേക്ക് വെക്കുകയാണ് ഡ്രൈവർ. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. മോളെയും കൂട്ടി ഇറങ്ങി വന്ന ഭാസ്കരൻ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അതെ ഞങ്ങൾ പോയിട്ട് വരാം. നിധി പറയുകയാണ്, പോയിട്ട് വരാച്ച. സംശയത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുന്നു, സൂക്ഷിച്ച് എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഇതില് നല്ല ചൂട് വടയുണ്ട്, പോകുന്ന വഴിക്ക് കഴിക്കാം. എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, രാവിലെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ, വിശക്കില്ലേ, പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് താങ്ക് യു എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി ആ വട വാങ്ങുകയാണ് നിധി. ശേഷം വിഷമത്തോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് കാറിന്റെ അരികിലേക്ക് വന്ന് നിധി പുഞ്ചിരിച്ച് എല്ലാവരെയും തിരിഞ്ഞു നോക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി നിധിക്ക് ടാറ്റ കാണിക്കുന്നു. രാജീവ് കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്കും നിധിയും സുധീഷും കാറിന്റെ പിൻ സീറ്റിലേക്കും കയറുകയാണ്. അവര് പോകുന്നത് നോക്കി എല്ലാവരും സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി കാറിലിരിക്കുന്ന രാജീവ് പിന്നിലിരിക്കുന്ന സുധീഷിനെ നോക്കുകയാണ്. സുധീഷും രാജീവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി പറയുന്നു, അച്ഛൻ എല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ രാജീവ് ഡ്രൈവറിനോട് വണ്ടി നിർത്താനായി പറയുകയാണ്. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ നിധിയും സുധീഷും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി പറയുന്നു, കടയിൽ പോയി എന്തെങ്കിലും വാങ്ങാനായിരിക്കും. സുധീഷ് അച്ഛനോട് സംസാരിച്ചതുകൊണ്ടാണ് അച്ഛൻ നമ്മളുടെ അരികിലേക്ക് വന്നത്. സുധീഷ് പറഞ്ഞതെല്ലാം മനസ്സിലാക്കി അച്ഛൻ നമ്മളോട് ക്ഷമിച്ചില്ലേ? ഒന്ന് പതറി സുധീഷ് പറയുന്നു, അതെ അതെ നിധി പറഞ്ഞത് കറക്റ്റാ. അങ്ങനെ സുധീഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ രാജീവ് ഡ്രൈവറിനെ പറഞ്ഞു വിട്ട് സുധീഷിന്റെ അരികിലേക്ക് വന്ന് കാറിൽ നിന്ന് ഇറങ്ങാനായി ആവശ്യപ്പെടുകയാണ്. നിധിയും സുധീഷും സംശയത്തോടുകൂടി ഇരിക്കുമ്പോൾ രാജീവ്, സുധീഷ് ചെന്ന് കാർ എടുക്ക്. അങ്ങനെ രാജീവ് നിധിയുടെ ഒപ്പം പിൻ സീറ്റിലേക്ക് കയറുകയാണ്. സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്കും. ഇത് കണ്ട് നിധി ചോദിക്കുന്നു, അച്ഛാ എന്തു പറ്റി? ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ സുധീഷിനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞത്? രാജീവ് പറയുകയാണ്, മോള് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഡ്രൈവർ ഉള്ളപ്പോൾ അത് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടു കൂടി പോകണമെങ്കിൽ ഡ്രൈവർ കൂടെ ഉണ്ടായാൽ ശരിയാകില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവറിനോട് ബസ്സിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാലോ. സുധീഷ് നന്നായി വണ്ടി ഓടിക്കുമല്ലോ, ഹൈവേയില് മോളെയും കൂട്ടി വണ്ടിയിൽ പറന്നതല്ലേ, ഞങ്ങൾ എല്ലാവരും അത് കണ്ടതുവാ. അതുകൊണ്ട് സുധീഷ് തന്നെ വണ്ടി ഓടിക്കട്ടെ. ഇത് കേട്ട് നിധിയും സുധീഷും മുഖത്തോട് മുഖം നോക്കുകയാണ്. രാജീവ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാന്ന് വിളിച്ച് നിധി രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. നിധി ചോദിക്കുന്നു, അച്ഛാ ഞാൻ അച്ഛന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നോട്ടെ? രാജീവ് പറയുകയാണ്, ഇതെന്ത് ചോദ്യമാ മോളെ, വാ. അങ്ങനെ രാജീവ് നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. സുധീഷ് അവരെ തിരിഞ്ഞു നോക്കുമ്പോൾ പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ് രാജീവ്. തുടർന്ന് സുധീഷും നിധിയും രാജീവിന്റെ ഒപ്പം രാജീവിന്റെ വീട്ടിലേക്ക് വരികയാണ്. സന്തോഷത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സാന്ദ്രയും ഹേമയും എല്ലാം. അരുണും സ്നേഹത്തോടുകൂടി നിധിയെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് രാജീവ് ചോദിക്കുകയാണ്, ഹേമേ നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? നമ്മുടെ മോളും മരുമകനും കല്യാണം കഴിഞ്ഞ ആദ്യമായി വീട്ടിലേക്ക് വരുക, ആരതി എടുക്കണ്ടേ? നിധി പറയുന്നു, അച്ഛാ ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഈ വീട്ടിൽ വന്നായിരുന്നല്ലോ. രാജീവ്
രാജീവ് പറയുകയാണ്, അന്ന് മോള് തനിച്ചല്ലേ വന്നത്, ഇപ്പം കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കുക. ഹേമേ ആരതി എടുക്ക്. ശരി എന്ന് പറഞ്ഞ ഹേമ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സാന്ദ്ര പറയുകയാണ്, ഞാൻ എടുത്തോണ്ട് വരാം. അങ്ങനെ ഹേമ അകത്തേക്ക് പോകുമ്പോൾ മാറി നിൽക്കുന്ന സുധീഷിനോട് നിധി പറയുന്നു, സുധീഷ് എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങനെ വാ. രാജീവ് പറയുകയാണ്, സുധീഷ് എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, വാ നിങ്ങൾ ചേർന്ന് നിൽക്ക്, ആരതി എടുക്കണ്ടേ. സുധീഷും നിധിയും ചേർന്ന് നിൽക്കുമ്പോൾ ഹേമ അവർക്ക് ആരതി ഒഴിയുകയാണ്. ശേഷം സന്തോഷത്തോടുകൂടി നിധിയും കൂടി അകത്തേക്ക് പോവുകയാണ് രാജീവും സാന്ദ്രയും നിഹാരികയും. ബാഗും എടുത്ത് പിന്നാലെ പോകുന്ന അരുൺ സുധീഷിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. സുധീഷ് തന്റെ ബാഗും എടുത്ത് അകത്തേക്ക് കയറി വരികയാണ്. സുധീഷ് ഇടതുകാല് വെച്ചാണ് അകത്തേക്ക് കയറുന്നത്. ഹേമ അരികിലേക്ക് വരുമ്പോൾ നിധി കണ്ണു നിറങ്ങിയ അമ്മയെന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ്. മോളെ നിധി എന്ന് വിളിച്ച് പൊട്ടിക്കറങ്ങിയ നിധിയെ കെട്ടിപ്പിടിക്കുകയാണ് ഹേമ. ഇത് കണ്ട് എല്ലാവരും കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷും രാജീവിനെ ശ്രദ്ധിക്കുന്നു. നിധി കണ്ണു നിറങ്ങിയ അരുണിന്റെ അരികിലേക്ക് വരുമ്പോൾ അരുണും കണ്ണു നിറങ്ങിയ സ്നേഹത്തോടു കൂടി നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. സാന്ദ്ര പറയുന്നു, നിധി നീ ഇവിടേക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ നിധിയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു, എങ്ങനെ നടന്നു ഇതെല്ലാം. രാജീവ് പറയുകയാണ്, മോളെ എല്ലാം സുധീഷ് കാരണമാണ്. തിരുവനന്തപുരത്ത് വെച്ച് ഞാനും സുധീഷും കൂടി കണ്ടു. ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഞാൻ സുധീഷിന്റെ വീട്ടിൽ പോയി എല്ലാവരെയും കാണുകയും ഭക്ഷണം കഴിക്കുകയും അവിടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. ശേഷം സുധീഷിനെയും നിധിയെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി നിധിയെയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് രാജീവും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. നിധിക്ക് സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുകയാണ് ഹേമ. നിധിക്ക് ഒരുപാട് കറികൾ വിളമ്പി കൊടുക്കുന്നുവെങ്കിലും സുധീഷിന് കുറച്ച് കറികൾ മാത്രമേ അവർ വിളമ്പി കൊടുക്കുന്നുള്ളൂ. നിധി സുധീഷിന്റെ പ്ലേറ്റിലേക്ക് നോക്കാനായി തുടങ്ങുമ്പോൾ എന്തെങ്കിലും സംസാരിച്ച് നിധിയുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുകയാണ് രാജീവും ഹേമയും. നിധി വളരെ സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് സുധീഷ് ഹാളിൽ നിൽക്കുമ്പോൾ മരുമകനെ എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് രാജീവ്. പിന്നാലെ അരുണും വരുന്നു. സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു, സുധീഷ് എങ്ങോട്ടാ പോകുന്നത്, ഇപ്പൊ എന്റെ മരുമകനല്ലേ, ഇവിടെ വന്നിരിക്ക്. അരുൺ ചോദിക്കാണ്, അച്ഛൻ എന്തിനാ ഇവനെ എപ്പോഴും മരുമകനെ എന്ന് വിളിക്കുന്നത്. രാജീവ് പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ അരുണെ, സുധീഷ് നിന്റെ പെങ്ങളുടെ ഭർത്താവാ, നമ്മുടെ വീടിന്റെ മരുമകൻ. അരുൺ ചോദിക്കുന്നു, ആര്, ഇവനാണോ മരുമകൻ, മണ്ണാങ്കട്ട, ഇവൻ നമുക്ക് സമമായി ഇവിടെ ഇരിക്കണമെന്നോ, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എല്ലാ പ്രശ്നവും ഒറ്റയടിക്ക് അവസാനിച്ചേനെ. ഇവന്റെ ഒപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതോർക്കുമ്പോൾ എനിക്ക് അപമാനം തോന്നുക. അങ്ങനെ അവർ സുധീഷിനെ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ്. എല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, വന്ന ആദ്യ ദിവസം തന്നെ മുഖമെല്ലാം ചുമന്നു വരുന്നുണ്ടല്ലോ, ഇനി 5 ദിവസം എങ്ങനെ താങ്ങും. ഇത് കേട്ട് സുധീഷ് അവിടേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുകയാണ്, ഇവിടെയല്ല അവിടെ, നീ തറയിലിരുന്നാ മതി. എന്താ നീ നോക്കുന്നത്, ഞങ്ങളുടെ ഒപ്പം സമമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചോ, നീ ഇരിക്കേണ്ടത് ഇവിടെയല്ലടാ, അവിടെ താഴെ ഇരിക്കടാ. പൊട്ടിച്ചിരിച്ച് അരുൺ പറയുകയാണ്, അച്ഛൻ പറഞ്ഞത് ഇപ്പൊ ശരിയായി. ഞങ്ങളുടെ വീട്ടിലേക്ക് നീ ഡ്രൈവറായി വന്നപ്പോൾ സോഫയിലാണോ ഇരുന്നത്, തറയിലല്ലേ ഇരുന്നത്. ഞങ്ങള് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണമല്ലേ നീ കഴിക്കാറ്. ഇപ്പം മാത്രം എന്താ ഞങ്ങളുടെ ഒപ്പം ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. നീതി ഉള്ളത് കൊണ്ട് മാത്രമാ നീ ഞങ്ങളുടെ ഒപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ വിരൽ ഞൊടിച്ചു വിളിക്കുകയാണ് രാജീവ്. സുധീഷ് തിരികെ നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, നീ എവിടെ പോവാ. സുധീഷ് പറയുകയാണ്, ഞാൻ പുറത്തിരുന്നോളാം. രാജീവ് പറയുന്നു, അരുണെ മരുമകന് ദേഷ്യം വരുന്നു, നീ പോയി സംസാരിക്ക്. അരുൺ ദേഷ്യത്തോടു കൂടി ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു തെള്ളുകയാണ്. താഴേക്ക് വീണ സുധീഷ് തറയിൽ തന്നെ ഇരിക്കുന്നു. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇപ്പൊ ഞാൻ എതിർത്താൽ ഇവിടെ വലിയൊരു സീനാകും, നിധി എല്ലാം അറിയും, നിധിയുടെ സന്തോഷം ഇല്ലാതാക്കണ്ട. രാജീവ് പറയുന്നു, കാറിൽ വെച്ച് ഇവൻ എന്നോട് ഒരുപാട് സംസാരിച്ചു. നിധി ഇവിടെ താമസിച്ചതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷിച്ചാണ് ഇവന്റെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്നതെന്ന്. നമ്മുടെ ഈ വീട്ടിലെ ആളുകളെക്കാട്ടിലും നിധിക്കിപ്പോ പ്രധാനം അവന്റെ വീട്ടിലെ ആളുകളാണെന്ന്. നമ്മളെ കുറിച്ച് ആലോചിക്കാൻ പോലും നിധിക്ക് നേരമില്ലെന്ന്. നിധിക്ക് അവകാശപ്പെട്ട പാതി സ്വത്ത് വരെ ഇവൻ ചോദിച്ചു. അരുൺ പറയുകയാണ്, ഒരു ഡ്രൈവറായ നീ ഞങ്ങളുടെ പാതി സ്വത്തിന്റെ അവകാശിയാണെന്നോ, ഒറ്റ ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. അങ്ങനെ അരുൺ ദേഷ്യത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന നിധി തറയിലിരിക്കുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നിധിയെ കാണുന്ന രാജീവും അരുണും പൊട്ടിച്ചിരിക്കുകയാണ്. സുധീഷ് സംശയത്തോടു കൂടി അവരെ നോക്കുമ്പോൾ അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത്, സുധീഷ് എന്തിനാ തറയിലിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, മരുമകൻ കോളേജ് ഡേയ്സിലെ കുറെ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒരുപാട് ചിരിച്ചു ഞങ്ങൾ. കോളേജ് പയ്യനായി മാറി ഓരോന്നൊക്കെ ഞങ്ങളെ ചെയ്ത് കാണിക്കുകയായിരുന്നു സുധീഷ്. അരുൺ പറയുന്നു, അതേ നിധി, മിമിക്രിയൊക്കെ കാണിച്ച് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. ഇനി മതി, സുധീഷ് എഴുന്നേൽക്കെന്ന് പറഞ്ഞ് രാജീവ് സുധീഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ശേഷം സുധീഷിനെ ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് ഇരുന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് രാജീവ്. നിധിയും ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. അരുണും അവരുടെ ഒപ്പം കൂടുകയാണ്. ഇതെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി സന്തോഷത്തോടു കൂടി റൂമിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന സാന്ദ്ര നിധിയുമായി സംസാരിക്കുകയാണ്. രാജീവ് കിളിക്കൂട്ടിലേക്ക് വന്നതും അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചതും ഒരു ദിവസം അവിടെ താമസിച്ചതുമെല്ലാം നിധി
സാന്ദ്രയോട് പറയുകയാണ്. എല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സാന്ദ്ര. നിധി പറയുന്നു, ഒടുവിൽ ഒരാഴ്ച താമസിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. സുഭാഷ് ചേട്ടനോട് അനുവാദവും ചോദിച്ചു. ഞാൻ മാത്രമല്ല സുധീഷും വരണമെന്ന് പ്രത്യേകം പറഞ്ഞച്ഛൻ. അച്ഛൻ ഒരുപാട് മാറിപ്പോയി. സാന്ദ്ര പറയുകയാണ്, നിധി നീ അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചാ മതി. നിധി പറയുകയാണ്, ഇല്ല ഏട്ടത്തി, ഒരാഴ്ച താമസിക്കാനായിട്ടാണ് അച്ഛൻ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. സാന്ദ്ര ചോദിക്കുന്നു, എന്താ അതിൽ കൂടുതൽ നീ ഇവിടെ താമസിച്ചാൽ അച്ഛൻ വേണ്ടാന്ന് പറയോ? അച്ഛനിപ്പം നിന്നോട് ദേഷ്യമില്ലല്ലോ, അച്ഛൻ ഒരുപാട് മാറിയെന്ന് നീ തന്നെ പറയുന്നു, അപ്പൊ നിനക്ക് ഇവിടെ തന്നെ താമസിച്ചാ പോരെ? നിധി പറയുകയാണ്, അതെങ്ങനാ ഏട്ടത്തി, ഞാൻ ഇവിടെ ജോലിക്കെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, ഇവിടെ താമസിച്ചുകൊണ്ട് എങ്ങനെ ജോലിക്ക് ട്രൈ ചെയ്യാനാ? സാന്ദ്ര പറയുന്നു, നിധി ഇത് നിനക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്, ഒരു നല്ല സമയം നോക്കി അച്ഛനോട് നീ സത്യം തുറന്നു പറയണം. എന്ത് സത്യമെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിധി നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നെന്നുള്ള സത്യം അച്ഛനോട് തുറന്നു പറ. അച്ഛനിപ്പോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നുവെങ്കിലും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതൊന്നും അച്ഛൻ മറന്നിട്ടുണ്ടാകില്ല. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നീ സുധീഷിനെ കല്യാണം കഴിച്ചത്. ആ കല്യാണം നീ ഒരു കല്യാണമായിട്ട് കണ്ടിട്ടില്ലെന്നറിഞ്ഞാൽ അച്ഛന് നിന്നോടുള്ള ദേഷ്യം, വിഷമം എല്ലാം മാറും, എല്ലാം പഴയതുപോലെയാകും. നിധി പറയുന്നു, അത് വേണ്ട ഏട്ടത്തി, ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ അച്ഛൻ എന്നെ സുധീഷിന്റെ കൂടെ വിടില്ല. സാന്ദ്ര പറയുകയാണ്, വീട്ടിലേലെന്താ, നല്ലതല്ലേ? സുധീഷ് എന്താ നിന്റെ ഹസ്ബൻഡ് ആണോ? എന്തിന് നീ അങ്ങനെ ഒരു വീട്ടിൽ പോയി താമസിക്കണം? നിധി പറയുകയാണ്, എനിക്ക് ജോലിക്ക് പോണോ ഏട്ടത്തി? ഞാൻ ഒരുപാടെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി കിട്ടും. തിരുവനന്തപുരത്ത് താമസിച്ചാലല്ലേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും. സാന്ദ്ര പറയുന്നു, അതൊന്നും ഒരു വലിയ കാര്യമല്ല നിധി, ആദ്യം നീ സത്യം തുറന്നു പറ, അച്ഛൻ നിന്നെ മനസ്സിലാക്കും. വേണ്ട ഏട്ടത്തിന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിനക്ക് പറയാൻ വയ്യെങ്കിൽ പറയണ്ട, ഞാൻ സത്യം പറയട്ടെ. നിധി പറയുന്നു, അയ്യോ ഏട്ടത്തി, അതൊന്നും തുറന്നു പറയല്ലേ, ഇപ്പൊ അവരാരും ഇതറിയണ്ട. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കും. സാന്ദ്ര പറയുന്നു, ശരി, നീ തിരുവനന്തപുരത്തേക്ക് പോ, നീ ആഗ്രഹിച്ചതുപോലെ ജോലിക്കും പോ, പക്ഷെ നീ ആ വീട്ടിൽ പോയി താമസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറയാന്ന് പറഞ്ഞാൽ നിന്നെ ഫോഴ്സ് ചെയ്യുന്നത്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, എന്താ നിധി നീ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നിധി പറയുകയാണ്, ഏട്ടത്തിക്ക് ആ വീട് ഇഷ്ടപ്പെടാഞ്ഞത്, എനിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമാണ്, അവിടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. സാന്ദ്ര ചോദിക്കുകയാണ്, നിധി ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുതേ, നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ആയതാണ്, സുധീഷിനെ ഭർത്താവായി കണ്ട് സുധീഷിന്റെ ഒപ്പം ആ വീട്ടിൽ തന്നെ താമസിക്കാനാണോ നിധിയുടെ തീരുമാനം? നിധി പറയുകയാണ്, സുധീഷ് മാത്രമല്ല അവിടെ ഉള്ളത്, സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും ഉണ്ട്, അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാതെ എനിക്ക് എവിടുന്ന് വരാൻ പറ്റില്ല. സാന്ദ്ര പറയുകയാണ്, നിനക്ക് എന്താ വട്ടാണോ? ആ വീടിന് വേണ്ടി നീ എന്ത് നല്ലത് ചെയ്യാനാ? നിധി പറയുന്നു, ഏട്ടത്തി ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകും, സുധീഷിന്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്യും, അവിടെ നിന്ന് ജോലിക്ക് പോവുകയും ചെയ്യും, ഇതിനൊരു മാറ്റവും ഇല്ല. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയുകയാണ്, ഏട്ടത്തി ഒരു ദിവസം ഒരു മണിക്കൂർ മാത്രം ആ വീട്ടിലിരുന്നിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുക. എനിക്ക് അങ്ങനെയല്ല ഏട്ടത്തി, ഞാൻ 4 മാസമായിട്ട് ആ വീട്ടിൽ താമസിക്കുക. സുഭാഷ് ചേട്ടനെ ഞാൻ എന്റെ സ്വന്തം ചേട്ടനായിട്ടാ കാണുന്നത്, നികേഷിനെ എന്റെ കുഞ്ഞനിയനായിട്ടും. അവരെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഏട്ടത്തിയോടെല്ലാം പറയാം. തുടർന്ന് പുറത്തു നിൽക്കുന്ന സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. സുധീഷ് പറയുന്നു, നിധി പാവാടാ, അവൾക്ക് ഇവിടുത്തെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. നീതി ഉള്ളപ്പോൾ അവരെല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹത്തിലും ഇല്ലാത്തപ്പോൾ ടോർച്ചർ ചെയ്യുകയുമാണ്. അയാളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട്. അങ്ങനെ സുധീഷും ഹരീഷും സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന നിധി സുധീഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ആകാംക്ഷയോടുകൂടി ഹരീഷിനോട് സംസാരിക്കുകയാണ്. ഹരീഷ് സുഭാഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് ചെല്ലുന്നു. നിധി അവർക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ്. നിധിയും നികേഷും സുഭാഷും ഹരീഷും സുധീഷും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി വീഡിയോ കോളിലൂടെ സംസാരിക്കുകയാണ്. ഏട്ടത്തി എന്നാ തിരിച്ചു വരുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ ഉടനെ വരാടാ, നീ നന്നായി ഭക്ഷണം കഴിക്കുകയും പഠിക്കുകയും ഒക്കെ വേണം കേട്ടോ. സുഭാഷ് പറയുന്നു, നിധി 4-5 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും, നീ വിഷമിക്കേണ്ട. ഇത് കേട്ട് പുഞ്ചിരിച്ച് നികേഷ് സ്നേഹത്തോടുകൂടി നിധിയോട് സംസാരിക്കുകയാണ്. ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നികേഷ് പറയുന്നു, ഏട്ടത്തി നാളെ മറക്കാതെ വിളിക്കണേ. വിളിക്കാൻ നികേഷ് ബൈ എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. നിധി പറയുന്നു, സുധീഷിന് എന്തെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ എന്നോട് പറയണേ. എല്ലാവരും സുധീഷിനോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? അതേന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഉറങ്ങാൻ സമയമാകുമ്പോൾ സുധീഷ് എന്റെ റൂമിൽ വന്ന് കിടന്നാ മതി. സുധീഷ് ചോദിക്കുന്നു, നിധിയുടെ റൂമിലോ? അയ്യോ വേണ്ട, അത് ശരിയാകില്ല. നിധി പറയുകയാണ്, സുധീഷ് അവിടെ വന്ന് കിടന്നില്ലെങ്കിലാ ശരിയാകാത്തത്. സുധീഷ് പുറത്ത് കിടന്നാൽ ഇവിടെ ഉള്ളവർ എന്തായിരിക്കും വിചാരിക്കുക? അതുകൊണ്ട് സുധീഷ് റൂമിൽ വന്ന് കിടന്നാ മതി. എന്റെ റൂമിൽ നല്ല സ്ഥലമുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിധിക്കതൊരു ബുദ്ധിമുട്ടാകില്ല എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സാരമില്ല, സുധീഷ് റൂമിലേക്ക് വാ. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയാണ് സുധീഷ്. തുടർന്ന് രാജീവും അരുണും ഹേമയും നിധിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹേമ പറയുന്നു, പാവം 4 മാസം കൊണ്ട് അവൾ ഒരുപാട് ക്ഷീണിച്ചു, അവൾക്ക് വേണ്ടിയാ ഞാൻ പാലെടുത്തത്, അപ്പം നിങ്ങൾക്കും കൂടി തരാമെന്ന് വെച്ചു. ഇത് കേട്ട് രാജീവും അരുണും ചിരിക്കുമ്പോൾ ഹേമ അകത്തേക്ക് പോവുകയാണ്. അരുൺ പറയുകയാണ്, അച്ഛാ രാത്രിയില് സുധീഷിനോട് ഹോളിൽ കിടക്കാൻ പറയട്ടെ. നിധി തെറ്റിദ്ധരിക്കുമെന്ന് രാജീവ് പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, അതുകൊണ്ട് നിധിയുടെ റൂമിൽ പോയി കിടക്കാൻ പറയണോ അവനോട്?
അവനെ ഞാൻ കൊന്നുകളയും. കുറച്ച് അപ്പുറത്തായി വന്ന സുധീഷ് ഇതെല്ലാം കേട്ട് മറങ്ങി നിൽക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, എടാ അവൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എവിടാ കിടന്നിരുന്നത്? പുറത്താ കിടന്നിരുന്നത്. ഡ്രൈവറിന് താമസിക്കാനായി ഒരു ചെറിയ മുറിയില്ലേ അവിടെ. രാജീവ് പറയുന്നു, ഇന്ന് രാത്രിയിലും അവൻ അവിടെ കിടന്നാ മതി. എങ്ങനെ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്ന് അരുൺ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അവന്റെ സ്ഥലം അതാണെന്ന് അറിയില്ലേ, പിന്നെ എങ്ങനെ അങ്ങോട്ടേക്ക് അയക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ? അത് നീ ആലോചിക്ക്. നിധിയുടെ റൂമിലേക്ക് അവൻ കാല് കുത്താൻ പാടില്ല. അതേസമയം നിധിക്ക് ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അവന്റെ സ്ഥാനം എവിടെയാണെന്ന് അവൻ അറിയണം. ശരി അച്ഛാ, ഞാൻ നോക്കിക്കോളാം ആ കാര്യമെന്ന് അരുൺ പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്നെ എങ്ങനെയെല്ലാം അപമാനിക്കണമെന്ന് ഇരുന്നാലോചിക്കുക അച്ഛനും മോനും. ഞാൻ ഡ്രൈവറുടെ മുറിയിൽ കിടക്കണമെന്ന്? ഞാൻ എന്തിനാ ഡ്രൈവറുടെ റൂമിൽ കിടക്കുന്നത്? ഞാൻ നിധിയുടെ ഭർത്താവാ. ഞാൻ നിധിയുടെ റൂമില് നിധിയുടെ ബെഡിൽ കിടന്നുറങ്ങും. ഈ സമയം അവിടേക്ക് വന്ന നിധി രാജീവിനോടും അരുണിനോടും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. ക്ഷീണത്തോടുകൂടി അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ഡ്രൈവ് ചെയ്തു വന്നതുകൊണ്ടായിരിക്കും ടയേർഡാ. നിധി നമുക്ക് പോയി കിടന്നാലോ? രാജീവും അരുണും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുധീഷ് എന്ന് വിളിച്ച് അരുൺ അവിടെ എഴുന്നേൽക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, ആടിയൻ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. നിധിയുടെ റൂം എവിടെയാണെന്നല്ലേ? എന്റെ ഭാര്യയുടെ റൂം എവിടെയാണെന്ന് എനിക്കറിയാതിരിക്കുമോ? ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ശരി ഞാൻ പോയി കിടക്കട്ടെ. നിധി റൂമിൽ AC ഇട്ടിട്ടില്ലേ? നിധി പറയുന്നു, റൂമിൽ AC ഉണ്ട്, കുറച്ചു മുമ്പേ ഞാൻ ഓൺ ചെയ്തായിരുന്നു. സുധീഷ് പറയുകയാണ്, നൈസ്, ശരി ഓക്കെ ഞാൻ പോയി ഉറങ്ങട്ടെ. നിധി പറയുകയാണ്, സുധീഷ് ഞാൻ ബെഡ്ഷീറ്റ് എടുത്തു തരാം. സുധീഷ് പറയുന്നു, നിധി അവിടെ ഇരിക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നതല്ലേ, അച്ഛന്റെയും ചേട്ടന്റെയും കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. റൂമിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛ ഗുഡ് നൈറ്റ്. ഇത് കേട്ട് രാജീവ് തലയാട്ടുമ്പോൾ സുധീഷ് പറയുന്നു, അളിയ ഗുഡ് നൈറ്റ്. അരുൺ പറയുകയാണ്, ഗുഡ് നൈറ്റ് അളിയ. നിധി നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് തടയാനാകാതെ നിൽക്കുകയാണ് രാജീവും അരുണും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.